പൊന്നാനി മുട്ടപ്പത്തിൽ രാവിലെ ഉപ്പിലും കട്ടൻ ചായക്ക് എന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ വീട്ടില്. അപ്പോ ഫൈസല് ഒരുപക്ഷെ ഈ നമ്മള് കാണുമ്പോ നമ്മള് ഈ കമ്പയർ ചെയ്ത് വിലയിരുത്തുമല്ലോ, നിസ്സഹായ അവസ്ഥ എന്നും പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് രാജകീയ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഫൈസല് ഈ ചെയറിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ഡയറക്ഷൻ പരിപാടി ഒരുപക്ഷെ ഈ ഓടിപ്പാൻ നടക്കുന്ന നമ്മളെ കൊണ്ടൊന്നും പറ്റിയെന്നില്ല. കാരണം ഇതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊണ്ടുവരണമെങ്കിൽ തന്നെ ഒരുപാട് പണിയുണ്ട്. അതിനിടയിൽ അതിന് ഡയറക്ഷൻ, അതും എപ്പോഴും ഫൈസലിന്റെ ഡയറക്ഷനിൽ എനിക്ക് പാട്ടായാലും ഷോർട്ട് ഫിലിമൊക്കെ ആയിക്കോട്ടെ എന്തും ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ചില സിനിമാക്കാരൊക്കെ ചെയ്യുമ്പോൾ കാരിക്കേച്ചർ വരച്ചുണ്ടാക്കിയിട്ട് ഇന്ന ഫ്രെയിമിൽ ഒരു സീനിന്റെ വിവിധ പാർട്ടുകൾ നമ്മൾ വിവിധ ആംഗിൾസിൽ വെക്കുമല്ലോ. അപ്പൊ അത് ഈ ക്യാമറന്റെ റേഞ്ച് ഇപ്പം വൈഡ് ക്ലോസോ അല്ലെങ്കിൽ 2 ഷോട്ട് 3 ഷോട്ട് എങ്ങനെയായാലും മിഡ് ആയാലും എന്തായാലും ആ ലെവലില് അകത്ത് വരച്ചു വെച്ചിട്ടുണ്ട് കാരിക്കേച്ചർ. ഇന്ന സീക്വൻസിൽ ഇന്ന ഷോട്ടിൽ ഒരു വിളക്കുണ്ടെങ്കിൽ ഒരു വിളക്ക് ഇവിടെ വേണം, ഒരാളുണ്ടെങ്കിൽ എങ്ങനെ വേണം, അങ്ങനെ ആർട്ടുകാർ ചെയ്യേണ്ട പരിപാടി അടക്കമുള്ള സംഗതികൾ കാലേക്കൂട്ടി എല്ലാം ചെയ്തു വെച്ചിട്ട്, അതായത് ചെറിയ ബഡ്ജറ്റിന്റെ അകത്ത് ഈ ലോ ബഡ്ജറ്റിൽ ലോ കോസ്റ്റിൽ ഈ സാധനം വലിയ ക്യാൻവാസിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണിപ്പെട്ട പണിയുണ്ടല്ലോ. അതാണ് സത്യത്തിൽ ഫൈസൽ ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടുകയാണെങ്കിൽ ഫൈസലിന് കിടിലൻ സിനിമയൊക്കെ ചെയ്യാം. കാരണം അതിനുള്ള സംഗതികളകത്തുണ്ട്, പിന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലുത്. പൊതുവെ ഈ പണ്ട് ആൽബങ്ങളിൽ അഭിനയിക്കുന്ന സമയത്ത് രാവിലെ എണീക്കുക എന്നല്ലാതെ എന്നെ ഈ രാവിലെ എണീപ്പിച്ചിരിക്കുന്നതൊക്കെ കുറച്ച് പണിയാ. തലേന്ന് പരിപാടി കഴിഞ്ഞ് വന്നാൽ പ്രത്യേകിച്ചു ഫൈസല് ഈ പറഞ്ഞ പോലെ തന്നെ എണീക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ 6 എണീക്കണം. എണീച്ച് റെഡിയായി ഇങ്ങനെ ആർട്ടിസ്റ്റായി റെഡിയായി നിൽക്കാണ് ഫൈസലിന് വേണ്ടി വേഷം കെട്ടാൻ. ഇനി ഇന്ന് എന്തൊക്കെ പണിയെടുക്കേണ്ടി വരുന്നത് അറിയില്ല. ഒരിക്കൽ പർദ്ദയിട്ട് പാതിരാക്ക് 3 മണിക്കൊക്കെ ഓടിയിട്ടുണ്ട് ഞാൻ. 5 മണിക്ക് ഞങ്ങൾ വിളിച്ചത് കൊണ്ടുവരും. ഷാഫിയായിട്ട് വേറൊരു മേക്ക് ഓവർ അതല്ലേ പർദ്ദയ്ക്കുള്ളില്. അടിപൊളി.